നമസ്കാരം. നമുക്കിന്നൊരു തക്കാളി ഉള്ളി വെച്ചിട്ടൊരു കറി വെച്ചാലോ? ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 3 തക്കാളിയും 2 വലിയ ഉള്ളിയുമാണ്. മീഡിയം സൈസ് ഉള്ളിയാണ്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. തക്കാളിയിൽ നിന്ന് നല്ല വെള്ളമൊക്കെ പുറത്ത് വരും. അങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-12ഓളം ചെറിയ ഉള്ളി, കൂടാതെ 3 മുളക്, പച്ചമുളക്, വലിയ മുളകാണ്, എരിവുള്ള പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കപ്പ് തേങ്ങ, കൂടാതെ ചെറിയ ജീരകം 1 സ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും പിന്നെ കറിവേപ്പിലയും, ഇതൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുക്കുക. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തക്കാളി ഉള്ളിയും വെന്തോ ഒന്ന് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. തക്കാളി ഉള്ളിയും ഈ അരപ്പും നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുളിയില്ലാത്ത 2 സ്പൂണ്, വലിയ സ്പൂണാണ്, പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉപ്പുണ്ടാവും നോക്കണം. ഉപ്പൊക്കെ ആഡ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അവസാനമായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ അത്രേ വേണ്ടു. അതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റി ഒരു കറി. തക്കാളിയുടെയും ആ ഉള്ളിയുടെയും തൈരും എല്ലാം കൂടി അരപ്പൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ആ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി കറിയാണ്. ചൂട് ചോറിൻ്റെ കൂടെ അത് മാത്രം മതി കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ.